ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സൈക്കോളജി പാർട്ട് 1 കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി പാർട്ട് 2-ൽ ഞാൻ കൂടുതലും സ്ട്രെസ് ചെയ്യുന്നത് ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ്. സോ ലെറ്റ് us go to the video. Okay, the next question. Adjustment mechanism in which individual tries to defend himself by blaming others for his own fault. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അത് നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, സിലബസിൽ ഞാനത് കണ്ടില്ലായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യനിൽ ഞാനത് കണ്ടു. ഓക്കെ, അപ്പം ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഡിഫെൻഡ് ഹിംസെൽഫ് ബൈ ബ്ലെയിമിങ് അതേഴ്സ് ഫോർ ഹിസ് ഓൺ ഫോൾട്ട്. ഞാൻ ചെയ്തതിന് ഞാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നു. അത് ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് പ്രൊജക്ഷൻ. ഓക്കെ, അപ്പം നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ, ഏതൊക്കെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന്. എല്ലാവരും റെഡി ആണല്ലോ? സോ ഡിഫെൻസ് മെക്കാനിസം ബൈ ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. അതായത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആൾസോ നോൺ ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആൻഡ് മെൻ്റൽ മെക്കാനിസം. പിന്നെ ഡിഫെൻസ്. ഓക്കെ, അതായത് നമ്മളുടെ ഒരു തെറ്റ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മളത് ന്യായീകരിക്കുന്നു, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് കുറേ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, 2-3 വായിക്കാം. ഡിഫെൻസ് മെക്കാനിസം ഈസ് ആൻ unconscious psychological strategy adopted by the individual to tackle a frustrating situation. അതായത് ഞാനിപ്പോൾ തെറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും കൂടെ എന്നെ വഴക്ക് പറയുന്നൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകുന്ന ആ ഒരു ഇതിനെയാണ് ഡിഫെൻസ് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ലേൺഡ് റെസ്പോൺസസ് വിച്ച് ഡെവലപ്പ് അൺകോൺഷ്യസ്ലി ടു മീറ്റ് എ സ്ട്രെസ് സിറ്റുവേഷൻ. ഇത് അൺകോൺഷ്യസ്, നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. ഓക്കെ, ദെൻ ടെൻഷൻ റിഡക്ഷൻ ആക്ടിവിറ്റിയാണത്. അതായത് നമുക്കുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. പിന്നെന്താണ്? ഡിഫെൻസ് മെക്കാനിസം ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ ടു പ്രിസർവ് ഹിസ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ഹിം ഫ്രം ആങ്സൈറ്റി. അങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ആങ്സൈറ്റിയിൽ നിന്നും ആ ആൾക്ക് ആങ്സൈറ്റിയിൽ നിന്നുള്ളൊരു ഫ്രീഡം കിട്ടും. ഓക്കെ, ദെൻ ഇനി ടൈപ്സ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രഷനാണ്. ഓക്കെ, അഗ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അഗ്രഷൻ മീൻസ് മലയാളത്തിൽ എന്താണ്? ആക്രമണം. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഫോഴ്സ്ഫുൾ ആക്ടിവിറ്റി ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എയ്തർ ഫിസിക്കൽ, വെർബൽ ഓർ സിംബോളിക് ഫോർ ഓൾ ത്രീ. It arises from the frustration where individual attempts to hurt or destroy the source of frustration. ഓക്കെ, അതായത് നമ്മളെ എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് ആക്രമണ രീതിയിൽ പ്രതികരിക്കുന്നതിനാണ് ഈ ഒരു ഡിഫെൻസ് മെക്കാനിസം സ്വീകരിക്കുന്നത്. നമുക്കെന്തെങ്കിലും ദോഷം ചെയ്തവരെ നമ്മൾ തിരിച്ച് ആക്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2 കൊടുത്തേക്കുന്നത് എക്സ്ട്രാ പുനിറ്റീവ് ആൻഡ് ഇൻട്രാ പുനിറ്റീവ്. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ അഗ്രസീവ് ആറ്റിറ്റ്യൂഡ്സ്, ഫ്രസ്ട്രേഷൻ ടു അനദർ പേഴ്സൺ, മറ്റൊരാളിലേക്ക് നമ്മൾ ആ ഒരു അഗ്രഷൻ കാണിക്കുന്നു. ഇൻട്രാ പുനിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ ആ ഒരു അഗ്രഷൻ കാണിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുപൂരണം എന്ന് മലയാളത്തിൽ പറയാം. അത് ഞാൻ വായിക്കാം. ദിസ് ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു ബാലൻസ് ഓർ ഓവർ അപ്പ് ഹിസ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് ബൈ എക്സിബിറ്റിംഗ് ഹിസ് സ്ട്രെങ്ത് ഇൻ അനദർ ഫീൽഡ്. അതായത് ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ തോറ്റാൽ വേറെ ഒരിടത്ത് ആ തോൽവി മറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ ജയിക്കാൻ ശ്രമിക്കുന്നു. അതിനെ നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A boy who fails in academic subjects may save his self-esteem by distinguishing himself in athletics. Okay, ഗേൾസ് ഓർ ഹൈ ഹീൽഡ് ഷൂസ്. ഇതൊക്കെയാണ്. അതായത് അക്കാദമിക്കിൽ അല്ലെങ്കിൽ എക്സാമിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടി സ്പോർട്സിൽ അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ വിജയിച്ചു വരുന്നു. അത് ഈ കോമ്പൻസേഷൻ ഒരു ഉദാഹരണമാണ്. പിന്നെ ഹൈറ്റ് ഇല്ലാത്ത ഗേൾസ് കൂടുതലും ഹൈ ഹീൽഡ് ഇടുമല്ലോ, അപ്പം അതും ആ കൂട്ടത്തിൽ പെടുത്താം, കോമ്പൻസേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം.
It consists of adopting the feelings, attitudes, and achievements of others as one's own. Here, individual seeks satisfaction in associating himself in some way in the success of others. അതായത് മറ്റൊരു വ്യക്തിയുടെ വിജയത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം വിജയമായി നമ്മൾ അത് കണ്ടെത്തി അതിൽ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരവുമായോ കുട്ടികളെ തന്നെ ഇത് ചെയ്യുന്നു. അതിനെയാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിക്കുന്നതിൽ കൂടി ആ കുട്ടി മോഹൻലാലിൻ്റെ ഫാനായ ആ കുട്ടി സന്തോഷിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രൻ ഓഫൻ ഐഡൻറ്റിഫൈ ദെംസെൽസ് വിത്ത് ദെയർ പേരൻസ്, ഫിലിം സ്റ്റാർസ്, ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഓർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അവരുടെയൊക്കെ വിജയം സ്വന്തം വിജയമായി കണ്ട് കുട്ടികൾ സന്തോഷിക്കുന്നു. അതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് സ്വന്തം വിജയമായിട്ട് കാണുന്ന പോലെ കണ്ട് സന്തോഷിക്കുന്നു. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലേസിങ്, നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, പ്ലേസിങ് ബ്ലെയിം ഫോർ വൺസ് ഓൺ ആക്ഷൻസ് or inadequacies on someone or else or circumstances rather than accepting responsibility for their own actions. അതായത് നമ്മൾ ചെയ്ത കുറ്റം നമ്മൾ ഏറ്റെടുക്കാതെ അത് മറ്റുള്ളവരുടെ മേൽ ഇതാക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ തെറ്റ് ഞാൻ അംഗീകരിക്കത്തില്ല, പക്ഷേ മറ്റേ ആളുടെ തെറ്റ്, അയാളുടെ തെറ്റ് കാരണമാണ് ഞാൻ ഈ തെറ്റ് ചെയ്യുന്നതെന്നുള്ള രീതി പറയുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് റീസണബിൾ എക്സ്ക്യൂസ് ഓർ അക്സെപ്റ്റബിൾ എക്സ്പ്ലനേഷൻ ഫോർ ബിഹേവിയർ. ഇറ്റ് ഈസ് എ ഫേസ് സേവിങ് ഡിവൈസ് ബൈ വിച്ച് the individual justifies his shortcomings, failure and incompetence by giving false reason. അതായത് നമുക്കിപ്പോൾ ഒരു പരാജയം ഉണ്ടായെങ്കിൽ നമ്മൾ അതിനെ തെറ്റായ ന്യായീകരണങ്ങൾ നിരത്തി അങ്ങ് ന്യായീകരിക്കുകയാണ്, ആശ്വാസം കണ്ടെത്തുകയാണ് അതിൽ കൂടെ. നമുക്കൊരു പരാജയം ഉണ്ടായി, പക്ഷെ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റാണെന്ന് കാണിക്കാതെ വേറെ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങ് ആശ്വസിക്കും. അതിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ എപ്പോഴും പറയുന്നതാണ്, എക്സാമിന് മാർക്ക് കിട്ടാത്തത് ആ ടീച്ചറിന് എന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അനദർ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്, എ ബോയ് ഫെയിൽഡ് ഇൻ മാത്ത് മേക്ക് യൂസ് ഓഫ് റാഷണലൈസേഷൻ വെൻ ഹി സേസ് ദ ക്വസ്റ്റ്യൻ വെയർ ഔട്ട് ഓഫ് സിലബസ്. മാത്സ് വാട്ട് എവർ മേ ബി ദ സബ്ജക്റ്റ്, that boy is telling that question was out of syllabus. അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. സോർ ഗ്രേപ്പിസം. സോർ ഗ്രേപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് തന്നെ. സംതിങ് വി കനോട്ട് ഗെറ്റ് ബിക്കം സംതിങ് വി ഡിഡിൻറ്റ് വാണ്ട് എനിവേ. നമുക്ക് കിട്ടിയില്ല, എന്നാൽ പിന്നെ നമുക്കത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. കുറുക്കൻ അങ്ങനല്ലേ പറഞ്ഞത്, എനിക്ക് ആ മുന്തിരിങ്ങ കിട്ടത്തില്ല എന്ന് കുറുക്കന് നന്നായിട്ട് അറിയാം. അപ്പോൾ കുറുക്കൻ എന്താണ് അവിടെ പറഞ്ഞത്? ആ മുന്തിരിങ്ങയ്ക്ക് ഭയങ്കര പുളിയാന്നുള്ള രീതിയിൽ അവിടെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വേണ്ടേ, ഫെയിലുവർ ടു ക്വാളിഫൈ UGC ടെസ്റ്റ് വൺ മൈറ്റ് സേ വാസ് എ ബ്ലെസ്സിങ് ആസ് ഹിയർ ദർ ആർ ലോട്ട് ഓഫ് അൺഎംപ്ലോയിഡ് UGC ഹോൾഡേഴ്സ്. UGC അതായത് ആ എക്സാം പാസ്സാവുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്? അതിപ്പോൾ കിട്ടിയിട്ടും കാര്യമില്ല, ഇത് കിട്ടിയ ഒത്തിരി പേര് ഒരു കാര്യമില്ലാതെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ റാഷണലൈസേഷനിൽ സോർ ഗ്രേപ്പിസം. ദെൻ സ്വീറ്റ് ലെമണിസം. അതെന്താണ്? This refers to the attitude that what is already achieved is better than something that is usually considered more desirable of others. അതായത് കിട്ടിയത് നമ്മളങ്ങ് സ്വീകരിക്കുക. മേ ബി അത് വളരെ ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മളത് പറയാം അത് തന്നെയാണ് വലുതെന്നുള്ള രീതിയിൽ നമ്മളതങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. അതിനെയാണ് സ്വീറ്റ് ലെമണിസം എന്ന് പറയുന്നത്. കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നെഗറ്റിവിസം എന്താണെന്ന് നോക്കാം.
refuse to cooperate and exhibit rebellious behavior doing the opposite of what is normally accepted. അതായത് റെബലിയസ് ആയിട്ട് പെരുമാറുക, അല്ലെങ്കിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറുക, അതിനെയാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. ദിസ് മെക്കാനിസം ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഡ്രോസ് അറ്റൻഷൻ ഓഫ് അതേഴ്സ്. അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരുടെ അറ്റൻഷൻ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് നെഗറ്റീവിസം. 7th, വിത്ഡ്രോവൽ. എന്താണ് വിത്ഡ്രോവൽ? അതെന്താണെന്ന് നോക്കാം. It is the retreating from situations which cause difficulties or refusing to face problems to avoid the danger of failure and hence the possible frustration. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ പതുക്കെ ബാക്കിലോട്ട് വലിയുക, അത്രയേ ഉള്ളൂ വിത്ഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കൈവച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നതാണ് വിത്ഡ്രോവൽ. ഓക്കെ, ദെൻ റിഗ്രഷൻ. റിഗ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഗ്രറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ബൈ റിട്ടേണിംഗ് ടു ബിഹേവിയർ അപ്രോപ്രിയേറ്റ് അറ്റ് ആൻ ഏർലിയർ ഏജ്. In this, the individual returns to less mature level of development to save his ego. അതായത് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് നേരത്തെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും, മൂത്ത കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അച്ഛനും അമ്മയും നേരത്തെ ഇളയാൾ വരുന്നതിന് മുമ്പേ എന്നെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തിരുന്നു. പക്ഷേ ഇളയാൾ വന്ന ശേഷം അവനിലോട്ട് പോവുകയാണ് ആ കെയറിങ് അല്ല. അപ്പോൾ ആ മൂത്ത കുട്ടി എന്താണ് ചെയ്യുന്നത്? തിരിച്ചു പോകാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോകാൻ ശ്രമിക്കും. അന്ന് കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ മൂത്ത കുട്ടി ചെയ്തിട്ട് അവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ആൻ അഡോളസെന്റ് ഗേൾ ഹൂ ഹാസ് ബീൻ ഫ്രസ്ട്രേറ്റഡ് ഇൻ ഫുൾഫില്ലിംഗ് ഹെർ നീഡ്സ് മേ ക്രൈ ലൈക്ക് എ ചൈൽഡ് ആൻഡ് ഓൾഡ് മാൻ ബൈ ടേക്കിംഗ് ഓഫ് ഗുഡ് ആൻഡ് ഓൾഡൻ ഡേയ്സ്. ഓക്കെ, അപ്പോൾ ആ അഡോളസെന്റ് ഗേൾ എന്ന് പറഞ്ഞേക്കുന്നെങ്കിലും മിക്കവാറും കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പേരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ആ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ചെയ്യാൻ ശ്രമിക്കും. ഇനി എന്താണ് റിപ്രഷൻ? നെക്സ്റ്റ് വൺ ഈസ് റിപ്രഷൻ. An individual forges by pushing down into the unconscious any thoughts that arouse anxiety. It is an unconscious process wherein painful experience, shameful thoughts, etc. are removed from conscious mind by pushing down them to the unconscious mind. റിപ്രസ് ചെയ്യുക. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സംഭവങ്ങളാണെങ്കിൽ നമ്മളതിനെ മനഃപൂർവ്വം തന്നെ മറക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? അവിടെയാണ് ആ റിപ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ നമ്മളങ്ങ് റിപ്രസ് ചെയ്യും. ഓക്കെ, ബോധപൂർവം അടിച്ചമർത്തുക എന്ന് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്തുകൊണ്ട് പറയുന്നത്. മനസ്സിലായില്ല? റിപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. റിപ്രഷനും സപ്രഷനും ഉണ്ട് അത്. അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക. ബോധപൂർവം അടിച്ചമർത്തുകയാണെങ്കിൽ അതിനെ സപ്രഷൻ എന്നും, അബോധപൂർവമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ റിപ്രഷൻ എന്നും പറയുന്നു. ഓക്കെ, മറക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം അങ്ങ് വേണ്ടാന്ന് വയ്ക്കും, അത് തന്നെ. ദെൻ സബ്ലിമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എ പ്രോസസ് ഓഫ് റീഡയറക്റ്റിംഗ് ദ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ഡിസയേഴ്സ് അലോങ് ഡിസൈറബിൾ ചാനൽസ്. ഓക്കെ, ദെൻ sexual impulses are usually sublimated as creative effort in music, art and literature. അത് സൈക്കോളജിക്കലി പറയുന്നതാണ്. അതാണ് ഇതിൻ്റെ സബ്ലിമേഷൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സെക്ഷുവൽ ഇമ്പൾസസിനെ നമ്മൾ മറ്റൊരു പ്രവൃത്തിയിൽ, അതായത് നമുക്കിപ്പോൾ അത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളത് വേറെ ഒരു റൂട്ടിലേക്ക് തിരിച്ചു വിടുന്നു, അല്ലേ? സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കപ്പെടുന്ന വസ്തുക്കളാക്കി മാറ്റിയിടുന്നു. അതപ്പോൾ ഈ സെക്ഷുവൽ ഇമ്പൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പബ്ലിക്കായിട്ട് കാണിക്കാനോ
പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമുക്ക് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകും. അതാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് മ്യൂസിക്കിലോട്ടോ ആർട്ടിലോട്ടോ ഒക്കെ തിരിച്ചുവിടുന്നു. ഓക്കെ, അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സബ്ലിമേഷനിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഡിഫെൻസ് മെക്കാനിസം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോകുമ്പോൾ എക്സാമ്പിൾസ് ചോദിക്കാം ക്വസ്റ്റ്യനിൽ കണ്ട പോലെ. ഓക്കെ, നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. ചീഫ് എക്സ്പോണൻ്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. ആരാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ ആരാണ്? നമ്മുടെ വൈഗോട്സ്കി. ആ സ്പെല്ലിങ് തെറ്റാണ്. വൈഗോട്സ്കി ഇല്ല, KYA ഉള്ളൂ. ഓക്കെ, ഓക്കെ. ദെൻ ഇനി കുറച്ച് അതിനെപ്പറ്റി നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ലേണിംഗ് ഈസ് എ കൊളാബറേറ്റീവ് പ്രോസസ് ആൻഡ് നോളജ് ഡെവലപ്സ് ഫ്രം ഇൻഡിവിജ്വൽസ് ഇൻട്രാക്ഷൻ വിത്ത് ദെയർ കൾച്ചർ ആൻഡ് സൊസൈറ്റി. Okay, social constructivism was developed by Lev Vygotsky. According to Vygotsky, what he is telling, the cognitive development should be done by social interactions. ഒരു കുട്ടി സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെ മാത്രമാണ് കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നാണ് വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ചീഫ് എക്സ്പോണൻ്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ വൈഗോട്സ്കിയാണ്. ഓക്കെ, പിന്നെ വേറെ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് റാഡിക്കൽ കൺസ്ട്രക്റ്റിവിസം ആണ്, ഡെവലപ്ഡ് ബൈ ഏണസ്റ്റ് വോൺ ഗ്ലാസർ ഫീൽഡ്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ദ മെയിൻ തിയറീസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആരൊക്കെയാണ് അതിൻ്റെ മെയിൻ സൈക്കോളജിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ബൈ ജീൻ പിയാഷെ, ഡിസ്കവറി ലേണിംഗ് ബൈ ബ്രൂണർ, social development theory by Vygotsky, then multiple intelligence by our Howard Gardner. അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. Then 9th question. Learning theory that focuses on reinforcement. റീഇൻഫോഴ്സ്മെൻറ്റ് അപ്പോൾ തന്നെ ഓർമ്മ വേണ്ട ഏതാണ്? ആരെയാണ് ലേണിംഗ് തിയറി റീഇൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്? ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ആരുടെയാണ്? സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. ലേണിംഗ് തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ റീഇൻഫോഴ്സ്മെൻറ്റ്. ആരുടെയാണ്? സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇനി അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് നോൺ ആസ് ഇൻസ്ട്രക്ഷണൽ കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് റിവാർഡ് ലേണിംഗ്. ഓക്കെ, അപ്പം തന്നെ മനസ്സിലായാലും ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ മറ്റൊരു പേരാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് റിവാർഡ് ലേണിംഗ്. അപ്പം റീഇൻഫോഴ്സ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തന്നെയാണ്. ഓക്കെ, ഇനി 2 kinds ഓഫ് ബിഹേവിയർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റെസ്പോണ്ടൻറ്റ്, റെസ്പോൺസസ് എലിസിറ്റഡ് ബൈ സ്പെസിഫിക് സ്റ്റിമുലേ. ജസ്റ്റ് സ്പെസിഫിക് സ്റ്റിമുല ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു റെസ്പോൺസിനെയാണ് റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറൻറ്റ് എന്നത് എന്താണ്? റെസ്പോൺസസ് വിച്ച് നീഡ് നോട്ട് ടു ബി കോറിലേറ്റഡ് വിത്ത് എനി നോൺ സ്റ്റിമുലസ് ബട്ട് ആർ എമിറ്റഡ് ബൈ ഓർഗാനിസം. സ്റ്റിമുലസിൻ്റെ ആവശ്യം വരുന്നില്ല എങ്കിൽ തന്നെയും ഓർഗാനിസം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തി ആ ഒരു റെസ്പോൺസ് തരുന്നു. അതിനെയാണ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത്, ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. റീഇൻഫോഴ്സർ, ഇനി റീഇൻഫോഴ്സർ നോക്കാം. റീഇൻഫോഴ്സർ ഈസ് ദ സ്റ്റിമുലസ് ഹൂസ് പ്രസൻറ്റേഷൻ ഓർ റിമൂവൽ ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് റെസ്പോൺസ് റീഒക്കറിങ് യൂസിങ്. ഓക്കെ, അതായത് റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് റെസ്പോൺസസിൻ്റെ പ്രോബബിലിറ്റി കൂട്ടുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? പോസിറ്റീവ് സ്റ്റിമുലസ് ആണെങ്കിൽ അതിനെ നമ്മൾ സാറ്റിസ്ഫയർ എന്നുള്ള പേര് പറയുന്നുണ്ട്. ഉണ്ടോ? അക്കോർഡിംഗ് ടു ടു സ്റ്റൈൽസ് ഓഫ് റീഇൻഫോഴ്സർ ഉണ്ട്. അക്കോർഡിംഗ് ടു സ്കിന്നേഴ്സ് ദെയർ ആർ 2 styles ഓഫ് റീഇൻഫോഴ്സർ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് റീഇൻഫോഴ്സർ ഈസ് ആൻഡ് സ്റ്റിമുലസ് ദ ഇൻട്രൊഡക്ഷൻ ഓർ പ്രസൻറ്റേഷൻ ഓഫ് വിച്ച് ഇൻക്രീസസ് ദ ലൈക്ക്ഹുഡ് ഓഫ് പർട്ടിക്കുലർ ബിഹേവിയർ. ഓക്കെ, അതാണ് പോസിറ്റീവ്, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിമുലസ് അതെങ്കിൽ റെസ്പോൺസ് കിട്ടുന്നതിനെ പോസിറ്റീവ് റീഇൻഫോഴ്സർ എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അതൊരിക്കലും പണിഷ്മെൻറ്റിന് ഈക്വൽ അല്ല, അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സർ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റിന് ഈക്വൽ അല്ല, അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സ്റ്റിമുലസ് മാത്രമാണ്. ദെൻ ഷെഡ്യൂൾസ് എല്ലാം ഞാനന്ന് പറഞ്ഞു തന്നിരുന്നു. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളുണ്ട്, ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ആഫ്റ്റർ എവറി റെസ്പോൺസ്, എല്ലാ റെസ്പോൺസും എവറി റെസ്പോൺസ് കഴിയുമ്പോഴും നമ്മൾ അപ്പം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദെൻ
ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രസൻറ്റഡ് ആഫ്റ്റർ പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഓരോ പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവൽ ഓഫ് ടൈം കഴിഞ്ഞ് മാത്രം കൊടുക്കുന്ന ആ ഒരു ഷെഡ്യൂളിനെയാണ് നമ്മൾ ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ given after a fixed number of responses. Okay, fixed ratio reinforcement എന്ന് പറയുമ്പം number of responses ആണ്. ഫിക്സഡ് ഇൻ്റർവെൽ എന്ന് പറയുമ്പം പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുമ്പം ഗിവൺ അറ്റ് വേരിയിങ് ഇൻ്റർവെൽസ് ഓഫ് ടൈം ഓർ വേരിയിങ് നമ്പർ ഓഫ് റെസ്പോൺസസ് അല്ലേ. ടൈമും റെസ്പോൺസും വേരി ആകാം. അപ്പോൾ കൊടുക്കുന്നതാണ് ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആ ഷെഡ്യൂളിനെ പറയുന്ന പേരാണ് variable reinforcement schedule. Okay, then according to Piaget's sensory motor stage, the objects continue to exist even when they are hidden from the view. This termed as object permanence. അതായത് അന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കുട്ടി 7 മാസം വരെയൊക്കെ ആകുമ്പോഴത്തേക്കിന് കുട്ടിയുടെ വിചാരം എന്താ, എൻ്റെ മുമ്പിലുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ, എക്സിസ്റ്റ് ഉള്ളൂ എന്നുള്ളൊരു വിചാരമാണ്. പക്ഷേ അത് കഴിഞ്ഞൊരു 8 മന്ത്സിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും അതവിടെ ഇല്ലെങ്കിലും അങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിലില്ലാത്ത കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. പിന്നെ സെൻസറി എല്ലാ സ്റ്റേജസിൻ്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ. പിന്നെ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, നമ്മുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 7 to 11 ആണോ 7 to 12 ആണോ എന്നുള്ളത്. കറക്റ്റ് 7 to 11 ആണ്. പിന്നെ ആ ബോർഡർ ഏജ് വരുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും 11-12 ആകാം, അല്ലെങ്കിൽ 6 to 7 ആകാം എന്ന് ഞാനന്ന് ക്ലിയർ ചെയ്തിരുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ജസ്റ്റ് റീഡ് ചെയ്യുക. ഓക്കെ.